അടുത്ത പാട്ട് ഇത് ഞാനങ്ങനെ കേട്ടിരുന്നൊരു പാട്ടാണ്. അതായത് അങ്ങനെയല്ല, എനിക്കറിയാം ഈ പാട്ട്, നമുക്കറിയാവുന്ന പോലെ പഴയൊരു മലയാളം പാട്ട് എന്നുള്ള രീതിയിൽ അറിയാം. അപ്പോൾ ഇത് സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമതാണ് ഞാനിങ്ങനെ ഒരു ഓഡിയൻസ്, ഒരു പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ. ആദ്യത്തെ നമ്മുടെ മനോരമയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ നടന്നു, ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമായിട്ട് പെർഫോം ചെയ്തത് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഈ നോവലുകൾ സ്ക്രിപ്റ്റാക്കിയിട്ടുള്ള സിനിമകളിലെ പാട്ടുകൾ പാടുക എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പാട്ടുകൾ തരിക ചെയ്ത്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയ പാട്ട് കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കരിമുകിൽ നല്ലൊരു പാട്ട്, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് കേട്ടപ്പോഴേ അത് കൂടുതൽ എന്തോ മുന്നേ കേട്ടതിനേക്കാൾ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പോലെ. അതായത് ഇത് മൊത്തത്തിലൊരു ഒരു ഒരു വേർപിരിയുന്നൊരു പാട്ടാണ്. അതായത് ഇഷ്ടമുള്ളൊരു സാധനത്തു നിന്ന് ഒരു ആളാവാം, എന്തോ ആവാം, ഇഷ്ടമുള്ളൊരു സ്ഥലത്തു നിന്നോ ഒരു സാധനത്തു നിന്നോ നമ്മൾ വേർപിരിഞ്ഞ് പോവുക. പക്ഷേ ആ പോകുമ്പോഴും സാധാരണ വേർപിരിയലിനൊക്കെ ഒരു ഡാർക്കാക്കാറാണ് പതിവ് അല്ലേ. പോയി പണ്ടാരോ എന്നുള്ളൊരു അല്ലേ, എല്ലാം തീർന്നു എന്നുള്ളൊരു മൂഡാണ്. പക്ഷേ ഇത് ഇങ്ങനെ പോകാനാണെങ്കിൽ പൊക്കോട്ടെ കുറേ പേരൊന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പോക്കാണ്. മനസ്സിലായോ? അങ്ങനെ അല്ല, എത്ര ഭംഗിയായിട്ട് പോവുക. അങ്ങനെ അതിൻ്റെ ഈണമായാലും വരികളായാലും ഭയങ്കര ഭംഗിയായിട്ടാണ്. ആളെത്രത്തോളം അത് മിസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ അപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ചക്രവാളമാകെ നിന്റെ ഗദ്ഗതം മുഴങ്ങിടുന്നു, ചക്രവാളമാകെ നിന്റെ ഗദ്ഗതം മുഴങ്ങിടുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി